ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ചയിൽ സന്യാസിമാരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം 2024 മാർച്ചിൽ കേരളത്തിൽ ഇന്നേ വരെ നടക്കാത്ത അത്ര നല്ലൊരു മാർഗദർശക മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ ഒരു സഭ ഉണ്ടായി. അതൊരു സന്ദേശം നൽകി. ആളുകൾ പറയുന്നത് ഇത്രയും വലിയൊരു സഭ കൂടിയിട്ട് അവരെടുത്ത തീരുമാനം ക്ഷേത്രത്തിൽ ഷർട്ടിട്ട് പോവാം എന്നാണ്. അതുപോലെ ഇപ്പോൾ ആന എഴുന്നള്ളത്തങ്ങ് ഒഴിവാക്കിയാൽ ഹിന്ദുധർമ്മത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരുന്നതാണ്. ഇവിടെ ഹിന്ദുക്കൾ പരമ ദരിദ്രരാണ്, അവർക്ക് വിദ്യാലയങ്ങളില്ല, പിന്നെ അതുപോലെ വ്യവസായമില്ല, കൃഷിയില്ല, കുട്ടികളാണെന്നുണ്ടെങ്കിൽ മയക്കുമരുന്നിനും മറ്റുള്ളതിനും അടിമകളാണ്, വിദ്യാഭ്യാസ കാര്യത്തിൽ അവർ പുറകിലാണ്, അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല. ഈ ഒരു സമയത്ത് കേരളത്തിലെ സന്യാസിമാരുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം ഇത് രണ്ടുമാണെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ പുതിയൊരു പഠനം അനുസരിച്ച് വളരെ രസകരമാണ്. ഹിന്ദുക്കൾക്ക് ഇപ്പോൾ 3 ഒന്നാം റാങ്കാണ് കേരള സമാജത്തിൽ. 1 കള്ള് കുടിക്കുന്ന കാര്യത്തിൽ, 2 ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന കാര്യത്തിൽ, 3 ആത്മഹത്യയിൽ. ഇങ്ങനെ ബാക്കിയെല്ലാം ഇതൊക്കെ A+ ആണ്, ബാക്കിയൊക്കെ XYZ. ഈ സമയത്ത് സന്യാസിമാരുടെ മുമ്പിൽ ഈ 2 വിഷയമുള്ളൂ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നു. അത് വളരെ വളരെ ബാലിശമെന്നോ വസ്തുതകൾ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പറച്ചിലുകളൊന്നും മാത്രമേ പറയാനുള്ളൂ. അപ്പം നമ്മൾ തമ്മിലാണ് സംസാരിക്കുന്നുള്ള ആദ്യം വ്യക്തിപരമായി പറയാം, പിന്നെ സന്യാസി സഭയെക്കുറിച്ച് പറയാം. നമ്മൾ ഈ സമാജത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. ഒരിടത്തും പ്രസംഗിച്ച് ഇന്ന് വരെ എഴുന്നേറ്റ് പോയിട്ടില്ല. അത് സമൂഹത്തിന് അറിയുന്ന വിഷയമാണ്. എവിടെ പ്രഭാഷണം ഉണ്ടെങ്കിലും സംശയ നിവാരണത്തിന് അവസരം കൊടുക്കുകയും എന്തുണ്ടെങ്കിലും ചോദിക്കാം എന്നുള്ള രീതിയിൽ അനുവാദം കൊടുക്കുകയും ചെയ്യാറുണ്ട്. സമാജം പല വിധത്തിലുള്ള ചോദ്യം ചോദിക്കാറുണ്ട്, അതിന് അറിയുന്ന ഉത്തരം പറയാറുണ്ട്. ആ പ്രഭാഷണങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും ഒക്കെ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട മഹാവിപത്തുക്കളായ മയക്കുമരുന്ന്, മദ്യം, കുടുംബ ഛിദ്രത, ആത്മഹത്യാ പ്രവണത, കുടുംബമെന്ന സങ്കല്പം ഇല്ലാതാവുകയാണ് ആചാരരാഹിത്യം കൊണ്ട്. അപ്പോൾ ഈ വക വിഷയങ്ങളുടെ പ്രാധാന്യം, അങ്ങേയറ്റത്തെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ധർമ്മ സംരക്ഷണത്തിന് പ്രവർത്തിക്കാനാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു വ്യക്തി പറയുകയല്ല, നമ്മളാൽ കഴിയുന്ന ഒരു വൃന്ദത്തിൽ അനേകം പേരെ ഈ ആശയം പറയാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. അല്ലാതെ ഈ ഷർട്ട്, വെടിമരുന്ന് ഇത് രണ്ടും മാത്രമല്ല, ആന ഇത് മാത്രമല്ല വിഷയം, നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റനേകം പ്രശ്നങ്ങളുണ്ട്. പ്രേമം എന്ന കൊരുക്കിൽപ്പെട്ട് കുട്ടികൾ ചതിക്കപ്പെടുന്ന സ്ഥിതി. പ്രേമം ഏറ്റവും ഉത്കൃഷ്ടമാണ്, അത് നമ്മൾ ഒരിക്കലും എതിർക്കില്ല. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വ്യത്യാസം കാണാൻ പാടില്ല. എന്നാൽ പ്രേമം എന്ന കൊരുക്കിലൂടെ മതം മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനെ നമ്മൾ ബോധിപ്പിക്കുന്നു, സമൂഹത്തിൽ പ്രവർത്തിപ്പിക്കുന്നു. ഇന്ന് വ്യവസായത്തിൽ, കൃഷിയിൽ സമ്പന്നാർജിക്കുന്നതിൽ സമാജം താഴേക്ക് പോകുന്നതിനെ ചൂണ്ടിക്കാണിച്ച് വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂത്യൈന പ്രമദിതവ്യം, കുശലാന്ന പ്രമദിതവ്യം ഇത്യാദി മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലയിലും ഉയരണം, ഇല്ലെങ്കിൽ ചവിട്ടി മതിക്കപ്പെടുമെന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ അനേകം പറയുന്ന കൂട്ടത്തിലാണ് ഇതും വരുന്നത്. അപ്പോൾ ഇതിനെ വിമർശിക്കുന്നവർ, ഈ കാഴ്ചപ്പാടിനെ വിമർശിക്കുന്നവർ മറ്റൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് അവരോട് മറുപടി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏതെങ്കിലും ലാപ്ടോപ്പിൻ്റെ പിന്നിലിരുന്നിട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൻ്റെ പിന്നിലിരുന്നിട്ട് യൂട്യൂബിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഹിന്ദുധർമ്മ പ്രചരണം ചെയ്യുന്ന ആളല്ല. മറിച്ച് സമാജവുമായി ഇടപഴകി കഴിഞ്ഞ 3.5 ദശകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്യുന്ന വസ്തുക്കളാണ് ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ വിളിച്ചിട്ട് ഈ സംവാദം നടത്തുന്നത് പോലെ ആവുമ്പോഴാണ് വരുന്നത്. അത് മനസ്സിലാക്കണം. ഇനി കേരളത്തിലെ മാർഗദർശക മണ്ഡലം കഴിഞ്ഞ വർഷം തൃശ്ശൂരിൽ, കേരളത്തിൻ്റെ മാർഗദർശക മണ്ഡലത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം, കാരണം 500 ചില്ലാൻ സന്യാസിമാരാണ് സാമ്പ്രദായികമായി ദീക്ഷിതരായവർ കേരളത്തിലുള്ളത്, അതിൽ 400 ചില്ലാൻ പേര് പങ്കെടുത്ത യോഗമാണ് നടന്നത്. അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഷർട്ട് ഇടണമെന്നല്ല. മാധ്യമങ്ങൾ അങ്ങനെ കൊടുത്തു, അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അതുകൊണ്ട് അവരങ്ങനെ കൊടുത്തു. വാസ്തവത്തിൽ അതല്ല. മറിച്ച് അവിടെ 2 പ്രമേയങ്ങളുണ്ടായിരുന്നു.
ആ പ്രമേയങ്ങളിൽ മയക്കുമരുന്നുകളുടെ അമിതമായ പ്രസരണത്തെ തടയേണ്ടത്, കുടുംബ ഛിദ്രതയെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടത്, അതിനെക്കുറിച്ചായിരുന്നു ഒന്ന്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ളതായിരുന്നു. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഹിന്ദു സമൂഹം, എന്തുകൊണ്ട് ഹിന്ദു സമൂഹം? ഹിന്ദു സന്യാസിമാരാണ്. മറ്റുള്ളവരോട് പറയാൻ മറ്റ് ധാരാളം പേരുണ്ട്, അതിനോടൊന്നും വിരോധമില്ല. പക്ഷേ ഹിന്ദു സഭയിൽ ഹിന്ദുവിനോടാണ് പറയുന്നത്. ക്രിസ്ത്യൻ വിദ്വാൻമാർ, ആചാര്യന്മാർ ക്രിസ്തീയ സമൂഹത്തോട് പറയുന്നുണ്ടല്ലോ, ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിക സമൂഹത്തോട് പറയുന്നുണ്ടല്ലോ. അതൊക്കെ വേണം, അങ്ങനെ തന്നെ വേണം. അതുകൊണ്ട് ഇത് ഹിന്ദു സഭയായതുകൊണ്ട് ഹിന്ദു സമൂഹത്തോട് നിങ്ങൾ വോട്ടവകാശം പൂർണ്ണമായി വിനിയോഗിക്കണം. ഇതായിരുന്നു രണ്ട് പ്രമേയങ്ങൾ. ഇതാണ് മുഖ്യം, രണ്ടെണ്ണം. മൂന്നാമതായിട്ട് തൃശ്ശിവപേരൂർ വിളംബരം എന്ന് പറഞ്ഞിട്ട് വിളംബരം കൊണ്ടുവന്നു. അതിൽ ഇപ്പോഴത്തെ ഓർമ്മ ശരിയാണെങ്കിൽ 6 പോയിൻറ്റ്സാണ് ഉള്ളത്. കൃത്യ ഓർമ്മയില്ല, 6 പോയിൻറ്റ്സാണ് ഉള്ളത്. അതിൽ ഏറ്റവും ആദ്യം കച്ചവടം, കൃഷി തുടങ്ങിയവയിലൂടെ സമ്പത്താർജിക്കണം. സാമ്പത്തികമായി ഭദ്രത നേടാൻ ഓരോരുത്തരും ശ്രമിക്കണം. കുടുംബഛിദ്രത ഇല്ലാതിരിക്കാനുള്ള സ്നേഹപൂർണ്ണമായ ഇടപെടലുകളും വിവാഹപൂർവ്വ കൗൺസിലിങ്ങുകളും മറ്റും അനിവാര്യങ്ങളാണ്. ഇത് സന്യാസി നിശ്ചയിക്കുകയല്ല, സമാജത്തിന് മെസ്സേജ് കൊടുക്കുകയാണ്. സമാജം സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാം. അതുപോലെ വിദ്യാസമ്പന്നരായ കുട്ടികളെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ മാത്രം ലക്ഷ്യം വെക്കരുത്. വിദേശ രാജ്യത്ത് പോകണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അതിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് രക്ഷിതാക്കൾ പഠിപ്പിക്കരുത്. എല്ലാ നിലയ്ക്കും ഉയർന്ന വ്യവസായ സംരംഭകത്വം ഇവിടെ വളർത്തുകയാണ് വേണ്ടത്. അതുപോലെ ഗുരുപദേശത്തിന് അനുസൃതമല്ലാത്ത ഹിംസായുക്തങ്ങളായ കർമ്മങ്ങൾ ഇല്ലാതാക്കണം. എന്ന് വെച്ചാൽ ഗുരുപദേശം അനുസരിച്ചുള്ള ഹിംസാകർമ്മങ്ങളെ എതിർത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബലി കൊടുക്കേണ്ടടുത്ത് ബലി കൊടുക്കണം, വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഗുരുപദേശത്തിന് വിരുദ്ധമായിട്ട് അത്യാചാരം ചെയ്യരുത്. അതുപോലെ തന്നെ ശാസ്ത്രീയമല്ലാത്ത തൂക്കം തുടങ്ങിയവ നിരോധിക്കണം. അവിടെയും ശാസ്ത്രീയമായെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഭഗവതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ സ്വയം നേർച്ച നേർന്ന് ഞാൻ തൂങ്ങി, അത് വേറെ ആൾക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നേർന്നിട്ട് പാവപ്പെട്ട ഒരുത്തനെ പിടിച്ച് തൂക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ അനേക വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് അതിനേക്കാൾ പ്രധാനമാണ് നിത്യ ആചരണങ്ങൾ നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടായിരിക്കണം. നാമജപം, മന്ത്രജപം തുടങ്ങിയവ, ശാസ്ത്രസ്വാധ്യായം തുടങ്ങിയവ, ഇങ്ങനെ അനേക വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു വിഷയമായിരുന്നു ക്ഷേത്രങ്ങളിൽ മേൽവസ്ത്രം നിരോധിക്കുക എന്നുള്ളത് ഉണ്ടാവരുത്. മേൽവസ്ത്രം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒറ്റ വിഷയം മാത്രം ഉയർത്തി കാണിച്ചു. കാരണം അവർക്കറിയാം കൃത്യമായിട്ട് ഇത് മാത്രം ഉയർത്തി കാണിച്ചാൽ ഹിന്ദു സമൂഹം 2 തട്ടിലായിട്ട് കലഹിക്കും എന്നുള്ളത് അറിയാം. എന്നാൽ എന്താണ് ഈ വിളംബരത്തിലെ മറ്റ് വിഷയങ്ങളെന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഉടനെ ചാടി വീണ് വിമർശിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, എത്രയോ കാലങ്ങളായി ഹിന്ദു സമാജത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരായ ഈ സന്യാസിമാർ ഒത്തൊരുമിച്ച് ഈ ഒരു വിഷയം ആലോചിച്ച് ചർച്ചയില്ലാന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിക്കുന്നവർക്കറിയില്ലേ? പക്ഷെ അതുപോലും ഇല്ലാതെ ഇപ്പോൾ സന്യാസിയെ സംബന്ധിച്ച് അവർക്ക് മാനാപമാനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, തുല്യമാണ്. പക്ഷേ അരുതാത്ത വാക്കുകളെ ഉപയോഗിച്ചൊക്കെ പറഞ്ഞാൽ അത് ദോഷമല്ലേ? അങ്ങനെ വരെ പരാമർശങ്ങളുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോഴും അത് നടന്നതുകൊണ്ടാണ് സ്വാമിജിയെ ക്ഷണിച്ച് ഒന്നുകൂടി ഈ കാര്യത്തിലൊരു വ്യക്തത വരുത്തണമെന്ന് CDTV തീരുമാനിച്ചത്. സന്തോഷം, നല്ലതാണ്, നന്നായി. അതുകൊണ്ട് ഇത്രയും തുറന്ന് സംസാരിച്ചുല്ലോ. കേരളത്തിലെ സന്യാസി മഠങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ സ്വാമിജി നേതൃത്വം നൽകുന്ന അദ്വൈതാശ്രമമാവട്ടെ, മറ്റാശ്രമങ്ങളാവട്ടെ, അത് ചെയ്യുന്ന സേവാപ്രവർത്തനങ്ങളെയൊക്കെ കുറിച്ച് എന്തെങ്കിലും അറിയുമായിരുന്നെങ്കിൽ അവരിത് പറയുമായിരുന്നില്ലല്ലോ. അതെ, അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് മുഖ്യം. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പ്രകാരം നോക്കിക്കഴിഞ്ഞാലും അന്ധകാരാവൃതമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് വേദത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയത് കൊണ്ടാണ്. ആ അന്ധകാരത്തിൽ നിന്ന് സമാജത്തെ ഉദ്ധരിക്കാൻ പരിശ്രമിച്ചത് വേദജ്ഞന്മാരാണ്. ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് വേദഗുരുവായ സദാനന്ദ സ്വാമികൾ, അല്ലെങ്കിൽ തൈക്കാട്ടയ്യാവ്, ചട്ടമ്പിസ്വാമി തിരുവടികൾ, ശ്രീനാരായണ ഗുരുദേവൻ, ശുഭാനന്ദ ഗുരുദേവൻ, ശ്രീരാമകൃഷ്ണദേവൻ്റെ നേരെ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികൾ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരമ്പരയായിട്ട് വരും. ആ മഹാപുരുഷന്മാർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അന്ധകാരത്തിൽ നിന്ന് നമ്മൾ ഉയർന്നത് അല്പമെങ്കിലും.
ഭ്രാന്താലയ സദൃശമായ അവസ്ഥയിൽ നിന്ന് തീർത്ഥാലയ സദൃശമായ ഒരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കുന്ന ഒരു പരിശ്രമം അങ്ങനെയാണ് ആരംഭിച്ചത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ എത്ര സന്യാസിമാരല്ലാത്തവർ ധാരാളം ചെയ്യുന്നുണ്ടില്ലെന്നല്ല പറഞ്ഞത്. പക്ഷെ സന്യാസിമാരും മറ്റും നമ്മുടെ സാമാജിക ഉദ്ധാരണത്തിന് വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ മറ്റ് മേഖലയിലാവട്ടെ ചെയ്യുന്ന സേവനങ്ങൾ എത്രയാണ്. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനങ്ങളെ നോക്കൂ, മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ പ്രസ്ഥാനങ്ങളെ നോക്കൂ, ചിന്മയ മിഷൻ്റെ പ്രസ്ഥാനങ്ങളെ നോക്കൂ, ശുഭാനന്ദ ഗുരുദേവൻ്റെ പേരിലുള്ള പ്രസ്ഥാനങ്ങളെ നോക്കൂ. ഇങ്ങനെ പേരെടുത്ത് പറയുമ്പോൾ പലരും വിട്ടുപോകും. ഇതെല്ലാം ചേർന്ന് ഉണ്ടാക്കുന്ന ആ ഉയർച്ചയും ഉണർച്ചയും കാണാതിരിക്കരുത്. ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതുപോലെ നമ്മളും ചെറിയൊരു പങ്ക് അതിൻ്റെ മധ്യത്തിലൂടെ ചെയ്ത് കടന്നു പോവുകയാണ്.